പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാൽ കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ ദൈവവേദലേ, നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, അതുപോലെ തന്നെ ഒരു കണ്ണിന് കാഴ്ചക്കുറവുള്ളവർ, അങ്ങനെയുള്ള കുറേ ആൾക്കാരെ ഇപ്പോൾ ഈശോ കാണിക്കുന്നുണ്ട്. അവരുടെ എല്ലാം കണ്ണുകളിൽ കർത്താവ് അവിടുത്തെ വിശുദ്ധമായ രക്തം പൂശി പ്രാർത്ഥിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ കർത്താവ് അവരുടെ തെറ്റുകൾ സ്പർശിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവിക ശക്തി നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. കർത്താവേ, ശിഷ്ടരോഗങ്ങൾ, മുഴ വരുന്ന രോഗങ്ങൾ, അതുപോലെ തന്നെ അരിമ്പാറ മുതൽ ചിരങ്ങ് മുതൽ ചൊറി വരെ ത്വക്കിലുണ്ടാകുന്ന രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഭവനരഹിതരെ ഒരു വീട്ടിൽ തന്നെ ഭാഗോടമ്പടി നടക്കാതെ ഒരുമിച്ച് ശ്വാസം കൊണ്ട് ജീവിക്കുന്നവരുണ്ട് ഈശോയെ. കർത്താവ്,
പൂച്ചക്കാരും മണി കെട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് സത്യം പറയാൻ ആർക്കും ധൈര്യമില്ലാത്ത രീതിയിൽ അനുഭവിച്ച് തീരുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവേ, ഈശോ അങ്ങനെയുള്ള കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണം. കർത്താവേ, എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ജീവിക്കും, എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും, എങ്ങോട്ട് പോകണം, ആര് പറഞ്ഞ കേൾക്കണം, പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ, പല പല രീതികളുണ്ടല്ലോ, പല പല ചിന്തകളുണ്ടല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാമ്പോൾ ആകെപ്പാട് മനസ്സ് മുട്ടി മൊഴി മുട്ടി കുഴങ്ങുന്നവർ, കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഇന്ന് ഈ നിമിഷം നിങ്ങളതിന് 14 ദിവസത്തിനുള്ളിൽ ഇന്നെടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ നിങ്ങൾക്കത് അനുഭവവേദ്യമായി സകല തിന്മകളിൽ നിന്നും സകല തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി 14 ദിവസവും 15 ദിവസവും കർത്താവ് കൽപ്പിച്ച് നൽകുന്നു. കർത്താവ് ഈ 2 ദിവസത്തിനുള്ളിൽ ആ വിഷയത്തിൽ വേണ്ടി ദൈവിക തീരുമാനം ഉണ്ടാക്കേണ്ടത് ഇന്നത്തെ പ്രാർത്ഥന ഫലമാണെന്ന് അവിടെ അങ്ങയുടെ മക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ മഹത്വപ്പെടുത്തി അനുഗ്രഹിക്കുക ഇടാക്കാൻ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവ് പുത്രനും പരിശുദ്ധാത്മാവിൽ നയിക്കുക. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 103:2 നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. അത് എല്ലാ പ്രാർത്ഥനാ ജീവിതത്തെയും എല്ലാ ജീവിത കാലാവസ്ഥയും സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്ന് നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. നമ്മൾക്ക് ഓരോരോ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ പഴയ അനുഗ്രഹങ്ങൾ മറക്കുമല്ല. പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പഴയ അനുഗ്രഹങ്ങളാണ് ഓർക്കേണ്ടത്. എന്താ കാര്യം? ഈശോ പറഞ്ഞില്ലേ, 5 അപ്പം 5000 പേർക്ക് തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കൊട്ട നിറയെ ശേഖരിച്ചു. അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ഉത്കണ്ഠപ്പെടുന്നു? പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? പഴയ കാര്യം ഓർക്കാൻ, പഴയ അനുഗ്രഹങ്ങൾ ഓർക്കാൻ. എപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഇതാണ്. പുതിയ അനുഗ്രഹങ്ങൾ വരുമ്പോൾ ആൾക്കാർ ചെയ്യണത് എന്താ? പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? പഴയ കാര്യങ്ങൾ മറന്നു കളയും. ഇപ്പം നിങ്ങൾ കടമാണ്, രോഗമാണ്, അതുപോലെ തന്നെ വീട്ടിൽ സമാധാനം ഇല്ല എന്നൊക്കെ നിങ്ങൾ പറയണില്ലേ? ഇതൊക്കെ കർത്താവിനെ ഒന്ന് മറന്ന് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് മുക്കാലും പ്രൊട്ടക്ഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ, സംരക്ഷണം ഇല്ലാത്തതിൻ്റെ പേരിൽ ശരിക്കും ദൈവത്തിനെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കണമെങ്കിൽ കടം വരേണ്ട കാര്യമില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് കടം വരുന്ന ഒരു പ്രോജക്റ്റ് ദൈവം നമ്മുടെ അടുത്ത് കൊണ്ടുവരത്തില്ല, തട്ടിക്കളയും. നമ്മൾ ദൈവത്തിനെ മറന്ന് ജീവിച്ച കാലത്ത് ഇടപെട്ട വിഷയങ്ങളാണ് ബാധ്യതയായിട്ട് മാറിയത്. അത് അനിയൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങളില്ലേ? അത് ആരുടെയെങ്കിലും ആലോചന ഉണ്ട്. അത് അളിയൻ്റെ അനിയൻ്റെ നാട്ടുകാരുടെയൊക്കെ ആലോചനയല്ലേ? 2004 അമ്മ പ്രത്യക്ഷപ്പെട്ട ദിവസമില്ലേ? അമ്മ പ്രത്യക്ഷപ്പെട്ട കാലത്ത് തന്നെ അമ്മ ഉടമ്പടി തന്നായിരുന്നു. എനിക്ക് മനസ്സിലായില്ലെന്നേ ഉള്ളൂ. അമ്മ ഈ പ്രത്യക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അത് 2004 തന്നെ 10 കൊല്ലം കഴിഞ്ഞാണ്, 10-12 കൊല്ലം കഴിഞ്ഞാണ് ഇന്ന് കാണുന്ന ഉടമ്പടിയിലേക്ക് വന്നത്. അമ്മ പ്രത്യക്ഷപ്പെട്ട ആ ഒരു മാസം തന്നെ അമ്മ ഉടമ്പടി തന്നായിരുന്നു നമുക്ക്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നതായിരുന്നു? ആ 2004 മനക്കോടം ഫൊറോണ പള്ളി ഇരിക്കേ, അത് ഫൊറോണ വികാരിയാണ്. അപ്പോൾ അന്ന് പ്രത്യക്ഷപ്പെട്ട ആ പള്ളിയിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട കാലത്ത്, കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് സർവീസ് കഴിഞ്ഞ് ഞാൻ ആ പള്ളിയിലോട്ടാണ് പോകണത്. ഞാനൊരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ കൃപാസനത്തിൽ വരത്തുള്ളായിരുന്നു. ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴേ ഞാൻ കൃപാസനത്തിൽ വരത്തുള്ളായിരുന്നു. അന്ന് പള്ളിയിലായിരുന്നു മുഴുവനും. അപ്പോൾ അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇങ്ങനെ കൃപാസനത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ്. ഇങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ കൃപാസനത്തിൽ വന്നിരിക്കുന്ന സമയത്ത് ഒരു ശുശ്രൂഷ ഉണ്ട്. ആദ്യവാഴ്ച അതാണ് മെയിൻ ശുശ്രൂഷ. ആദ്യവാഴ്ച ഉള്ളു. അതിന് വന്നുകൊണ്ടിരിക്കുന്ന കാലത്ത് ശുശ്രൂഷ കഴിഞ്ഞ് നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ, പള്ളിയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ മനസ്സിൽ ഒരു ആശയം പരിശുദ്ധാത്മാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ 41 ദിവസം ജനങ്ങളുടെ കണ്ണുനീര് സർക്കാർ വെച്ച് പൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അത് ഈ 2004 അമ്മ പ്രത്യക്ഷപ്പെട്ട ആ മാസമാണ്. നീ ജനങ്ങളുടെ കണ്ണുനീര് കർത്താവിൻ്റെ അടുത്ത് വെച്ച് പൂട്ടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ, ആൾക്കാർ എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ അവരുടെ കടം, കല്യാണം നോക്കണില്ല, കർത്താവെ സഹായിക്കണമെന്ന് ഇങ്ങനെ എഴുതിയിട്ട് അങ്ങനെ ഒരു ദിവസം 10-20 പേരുടെ അല്ലെങ്കിൽ 10-5 പേരുടെ ഏറ്റവും ടോപ്പ് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് ഞാൻ സക്രാരി വെച്ച് പൂട്ടും. എന്നിട്ട് ഞാൻ ഇടക്കും തലക്കുമൊക്കെ കർത്താവിനെ കാണാൻ ചെല്ലുന്ന സമയത്ത് അവിടെ മുട്ട നിന്നുകൊണ്ട് ഞാൻ സക്രാരി വെച്ച് പൂട്ടിയിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കർത്താവിനോട് സംസാരിക്കും.
അവരൊക്കെ എന്നോട് വന്നിട്ട് വല്ലാതെ വിഷമിച്ച് പോയിരിക്കൊണ്ട് അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ആശ്വാസം ഉണ്ടാകണം, എല്ലാം നിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കൂട്ടും. എൻ്റെ അമ്മേ, ഞങ്ങൾക്ക് എൻ്റെ ഒരു സീനിയർ അച്ഛനുണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിക്കാരൻ അച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈ കൃപാസനം തന്നെ ഇവിടെ തുടങ്ങാൻ കാരണം അച്ഛനിലൂടെ കർത്താവ് പ്രവർത്തിച്ചതാണ്. ഞാൻ കടലോരത്ത് സ്ഥലം തിരക്കി കിടക്കുന്ന സമയത്ത് ഈ അച്ഛൻ എനിക്ക് ഒരു കത്തെഴുതി, ജോസഫ്, സ്ഥലം നിങ്ങൾ കടലോരത്ത് അന്വേഷിക്കുന്നുണ്ട്, കർത്താവ് അവിടെയല്ല നിങ്ങൾക്ക് സ്ഥലം തരാൻ പോണത്, നാഷണൽ ഹൈവേയിലാണെന്ന്. പിന്നെ ഞാൻ കടലോര സ്ഥലം അന്വേഷിച്ച് നിർത്തി. പിന്നെ ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഒരു സന്യാസി പാപം ഫ്രാൻസിസ് ബ്രദർ എന്നെ വന്നിട്ട് പറഞ്ഞ് എൻ്റെ സ്ഥലം അച്ഛന് തരാം, കുറച്ച് സ്ഥലം അച്ഛൻ വിലക്കെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് സ്ഥലം വിലക്ക് കൊടുത്ത്. അപ്പോൾ അതെല്ലാം അപ്പോൾ ഈ അച്ഛൻ അത് 2004 97 അച്ഛൻ 96 അച്ഛൻ എനിക്ക് കത്തെഴുതിയത്. എനിക്ക് സ്ഥലം കിട്ടുന്നത് 97. അപ്പോൾ അച്ഛൻ അപ്പോഴേ ലൈനിലുണ്ട്. പക്ഷേ ഈ അച്ഛൻ അന്ന് കുർബാനയെല്ലാൻ വേണ്ടി വന്ന് മലക്കുളം പള്ളിയിൽ. അപ്പോൾ അദ്ദേഹം വേറെ എന്തോ ഒരു മരിപ്പ് കുർബാനക്കാരോ അച്ഛനെ വിളിച്ചിട്ട് വന്നതാണ്. അച്ഛൻ എന്ത് ചെയ്യുന്നറിയാവോ, അച്ഛൻ ഇത് മനസ്സിലായില്ല. ഇതെല്ലാം ഇങ്ങനെ കുറേ കടലാസ് പേപ്പറെല്ലാം സക്രാരി ഇരിക്കുന്നു. അവിടെ നിന്ന് എടുത്ത് അച്ഛൻ എന്നോട് പറഞ്ഞ്, സക്രാരിയിൽ അത് വെക്കരുത് കേട്ടോ, സക്രാരി വെക്കേണ്ട കാര്യമില്ല എന്ന് പറയാം. അപ്പോൾ പുള്ളി എൽഡർ പ്രീസ്റ്റ് അല്ലേ, തന്നെയല്ല നമ്മളുമായിട്ട് ഇങ്ങനെ ഒരു കറണ്ട് ഉള്ളതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ അച്ഛനെ അനുസരിച്ചു. പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചിരിക്കണത്, ഇപ്പോഴും നമ്മൾ സക്രാരി തന്നെ വെച്ചിരിക്കണത്. മാതാവിൻ്റെ മധ്യസ്ഥ ഈശോൻ്റെ അടുത്തല്ലേ ഉടമ്പടി ചെയ്യണ ആൾക്കാർ. അപ്പോഴേ ഞാൻ ചിന്തിച്ച് എനിക്ക് മനസ്സിലായത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണം നടന്ന 2004 സംഭവിക്കണത്. അപ്പം തന്നെ ഉടമ്പടി തുടങ്ങിയായിരുന്നു വേറൊരു രീതിയിൽ. അപ്പോൾ അതൊരു സാമ്പിൾ കാണിച്ചതാണ്. സാറിൻ്റെ സമയം കഴിഞ്ഞപ്പോൾ അച്ഛനെ കൊണ്ട് കർത്താവ് അത് വന്ന് എടുത്ത് മാറ്റിച്ചതാണ്. അപ്പോൾ അവിടെ വെച്ച് അത് തീർന്ന്. പിന്നീട് ഉള്ള ചരിത്രങ്ങളൊക്കെ സഡനായിട്ടല്ല ഇത് തുടങ്ങണത്. ഇതിനൊരു ദൈവത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ളൊരു പദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധയോടെ അതുപോലെ തന്നെ വിശ്വാസത്തോടെയൊക്കെ ചെയ്യണ കാര്യങ്ങൾ എനിക്ക് വേണ്ടത്. ഇപ്പോൾ നീ ഇന്ന് എവിടെ പോയാലും പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നിൽക്കുകയാണ്. ഒരു പേഴ്സൺ ടു പേഴ്സൺ ഇൻട്രാക്ഷൻ്റെ രീതിയിൽ ഇൻറ്റിമസിയോടുകൂടി ആദമ്യമായ ദൈവസ്നേഹത്തോടെയാണ്, ദൈവ സാന്നിധ്യ ബോധത്തോടെയാണ് പതുക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും നടക്കാത്ത കാര്യങ്ങൾക്ക് ആമേൻ പറയുകയും ചെയ്യേണ്ടത്. പരിശുദ്ധമായ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ലഭിച്ച കൃപയെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് സോണിയ. ഞാൻ കോട്ടയം ജില്ലയിൽ മണർകാട് സെൻറ്റ് മേരീസ് പള്ളിയിൽ ഇടവകാംഗമാണ്. 2022 ഏപ്രിൽ 11 ഞാനിവിടെ ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം എൻ്റെ 4ാമത്തെ കുഞ്ഞിന് വേണ്ടിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. എനിക്ക് 4 സിസേറിയൻ ആയിരുന്നു. അതിൽ 3ാമത്തെ സിസേറിയൻ ഒരല്പം കോംപ്ലിക്കേഷൻ ഉള്ളതായിരുന്നു. 8ാം മാസത്തിൽ എനിക്ക് വളരെയധികം കൺട്രാക്ഷൻ ഉണ്ടാവുകയും എനിക്ക് എൻ്റെ സ്കാറ് വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അത് വളരെ അത്ഭുതകരമായി ഞാൻ അന്ന് ആ ഹോസ്പിറ്റലിൽ എത്തപ്പെട്ടതായിരുന്നു. എൻ്റെ കുഞ്ഞിന് ഒരു പനി പോലെ കണ്ട് യാതൊരു ഇതുമില്ലാതെ ഞങ്ങൾ പെട്ടെന്ന് ആ ഹോസ്പിറ്റലിൽ ചെന്നു. കുഞ്ഞിനെ കാണിക്കാൻ കയറിയപ്പോൾ കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പവുമില്ലായിരുന്നു. പക്ഷേ എൻ്റെ ഡോക്ടർ അവിടെ ഫ്രീ ആയിരുന്നത് കൊണ്ട് ഞാൻ ഡോക്ടറെ കയറി കണ്ടപ്പോൾ എനിക്ക് ഹെവിയറായിട്ടുള്ള കൺട്രാക്ഷൻ ഉണ്ടായിരുന്നുകൊണ്ട് ഡോക്ടർ എമർജൻസി സിസേറിയൻ പറഞ്ഞു. കുഞ്ഞിനെയുമായിട്ട് നിന്ന് എന്നെ 2 സിസ്റ്റേഴ്സ് വളരെ എമർജൻസി ആയി പിടിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഓപ്പറേഷൻ ചെയ്യുകയായിരുന്നു. ഞാൻ വളരെ കരഞ്ഞുകൊണ്ടാണ് അന്ന് അവിടെ കയറിയത്. എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും സർജറി യാതൊരു കുഴപ്പമില്ലാതെ നടന്നു. സർജറി നടന്നുകൊണ്ടിരുന്നപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് എൻ്റെയും തൻ്റെയും ഭാഗ്യമാണ്, തൻ്റെ സ്കാർ വിട്ടു പോന്നിരിക്കുമായിരുന്നു, ഇൻറ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടായി, തൻ്റെ ജീവൻ വരെ അപകടത്തിൽപ്പെടാവുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതെന്ന് എന്നോട് പറഞ്ഞു.
ഇത് ഇനി ആരോടും സമ്മതമൊന്നും ചോദിക്കുന്നില്ല. തൻ്റെ പ്രസവ ശസ്ത്രക്രിയയിൽ കൂടെ തൻ്റെ ബന്ധീകരണ ശസ്ത്രക്രിയയും കൂടെ ഞാൻ ചെയ്യുകയാണ്. ഇനി ഒരിക്കലും കുഞ്ഞുങ്ങളുണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു. അന്നവിടെ ചെയ്തു. 2 വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വീണ്ടും ഒരു ക്ഷീണം വന്നു. ഞാൻ ഡോക്ടറെ പോയി കണ്ടു. പീരീഡ് മിസ്സായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് സാധാരണമാണ്, എല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് യാതൊരു വിധത്തിലും പേടിക്കേണ്ട, താൻ പോയി UPT ടെസ്റ്റ് ഒന്ന് ചെയ്തിട്ട് വരൂ, പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് വരൂ, കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഇന്ന് തന്നെ ടാബ്ലറ്റ് തരാമെന്ന് പറഞ്ഞു. ഞാനെൻ്റെ UPT ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവായിരുന്നു. ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. ഇത് സാധാരണ ഇങ്ങനെ പ്രസവം നിർത്തിയവർക്ക്, അതും സിസേറിയനിലൂടെ നിർത്തിയതല്ലേ, അതുകൊണ്ട് തനിക്ക് കൂടുതലും തൻ്റെ ട്യൂബിലാകാനാണ് ചാൻസ്, അല്ലാതെ ആകത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ചെന്നു സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ട്യൂബിലല്ല, യൂട്രസിൽ തന്നെയാണ് കുഞ്ഞുള്ളത്. അന്നേരം ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ഹാർട്ട് ബീറ്റ് എടുക്കാറായില്ല, നിങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് വരൂ. എന്തായാലും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ നമുക്ക് ഒരിക്കലും സാധിക്കില്ല, കാരണം തൻ്റെ 3rd പ്രഗ്നൻസിയിൽ തനിക്ക് ഇങ്ങനെ വന്നതാണ്, അതുകൊണ്ട് ഒരിക്കലും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പാടില്ല. ഇവിടെ ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ ഹോസ്പിറ്റലിൽ തന്നെ അത് ചെയ്തു തരാം എന്ന് പറഞ്ഞു. അവർ ഞങ്ങളെ അയച്ചു. 2 ആഴ്ച ഞങ്ങൾ കരഞ്ഞും പ്രാർത്ഥിച്ചും കൊണ്ടിരുന്നു. ദൈവമേ അത്ഭുതം എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണമേ എന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഏപ്രിൽ 9-ാം തീയതി ഞങ്ങൾ അവിടെ ചെന്നു, ഹോസ്പിറ്റലിൽ ചെന്നു. സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ഹാർട്ട് ബീറ്റുണ്ട്. കുഞ്ഞ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹാർട്ട് ബീറ്റാണ്. ഡോക്ടർ എന്നിട്ടും എന്നോട് പറഞ്ഞു ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തില്ല സോണിയ, കാരണം സോണിയയ്ക്ക് ഇങ്ങനെയുള്ള ഒരു സാഹചര്യം മുൻപേ ഉള്ളതുകൊണ്ട് ഇത് യാതൊരു വിധത്തിലും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഞങ്ങൾ ഒരുപാട് കരഞ്ഞു, വിഷമിച്ചു. എൻ്റെ ഹസ്ബൻഡും വളരെയധികം വിഷമിച്ചു, കാരണം ഞാനൊരു കത്തോലിക്ക വിശ്വാസത്തിൽ വളർന്നു വന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രസവം നിർത്തുന്നതോ അബോർഷൻ ചെയ്യുന്നതിനോടൊന്നും യാതൊരു താല്പര്യമില്ലാത്ത വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പം ഞാൻ ആകെ തകർന്നു, കരഞ്ഞു, വളരെയധികം സങ്കടത്തിലൂടെ ഞങ്ങൾ കടന്നുപോയി. പക്ഷേ ഡോക്ടർ അന്ന് തന്നെ ഞങ്ങൾക്ക് വേറെ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ തന്നു. എമർജൻസി ആയിട്ട് പോയി ഇന്ന് തന്നെ ഇത് ചെയ്യൂ, ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം ഇത് അബോർഷൻ പോലും ചെയ്യുന്നത് റിസ്ക്കാണ്. തനിക്ക് 3 സിസേറിയൻ കഴിഞ്ഞതാണ്. അപ്പോൾ കുഞ്ഞിന് വലിപ്പം വെച്ച് കഴിഞ്ഞെന്നാൽ യാതൊരു കാരണവശാലും പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, തൻ്റെ ജീവൻ പോലും അപകടത്തിലാകും. അന്ന് തന്നെ എമർജൻസി ആയിട്ട് ഞങ്ങളെ വേറൊരു ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ആ ഡോക്ടർ ഞങ്ങളോട്, ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഒരു ഇതുണ്ടോ ഡോക്ടർ, ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ഡോക്ടറും ഞങ്ങളോട് പറഞ്ഞു ഇത് യാതൊരു രീതിയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ല, അത്രയധികം റിസ്ക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഡേറ്റ് തന്നു, ഉള്ള ടെസ്റ്റുകളെല്ലാം ചെയ്യിപ്പിച്ചു. ഏപ്രിൽ 11-ാം തീയതി രാവിലെ 7 മണിയാകുമ്പോൾ ഹോസ്പിറ്റലിൽ ചെല്ലണമെന്ന് പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് തിരികെ അയച്ചു. പിറ്റേ ദിവസം ഓശാന ഞായറായിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെല്ലേണ്ട ദിവസം. ഞാൻ വളരെയധികം കരഞ്ഞു. ഓശാന ഞായറാഴ്ച പള്ളിയിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചു ഈശോയോടും മാതാവിനോടും. ആ പള്ളിമുറ്റത്ത് നിന്ന് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. ആ കുർബാന തുടങ്ങി തീരുന്നത് വരെ ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊന്നും ഞാൻ നോക്കിയില്ല. എൻ്റെ ഇളയ 3-ാമത്തെ കുഞ്ഞ് എൻ്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. അവന് 2 വയസ്സേ ഉള്ളൂ. അവനുമായി നിന്നു. എൻ്റെ കയ്യിൽ ഓലയുണ്ട്, അവൻ എൻ്റെ ഒരു കയ്യിലിരിക്കുന്നു. വേറെ ആരും എൻ്റെ കൂടെയില്ല. ഞാൻ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയമായപ്പോൾ ആരും എന്നെ പള്ളിയിലേക്ക് ഉന്തി കയറ്റുന്ന പോലെ എനിക്ക് തോന്നി, വളരെ ഇതായിട്ട്. പക്ഷേ എൻ്റെ മനസ്സ് പിന്നെ എൻ്റെ കൈ കുഞ്ഞില്ലേ, കയ്യിലാണ് കുർബാന സ്വീകരിക്കുന്നത്, കയ്യിൽ ഓലയുണ്ട്, കുഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുറകോട്ട് നിൽക്കുമ്പോഴും ആരും എന്നെ ബലം പ്രയോഗിച്ച് ഉള്ളിലേക്ക് കിടത്തി ഞാൻ ചെന്ന് കുർബാന സ്വീകരിച്ചു. കുർബാന സ്വീകരിച്ച ശേഷം ഞാൻ ഈശോയുടെയും അമ്മയുടെയും മുഖത്തോട്ട് നോക്കി ചോദിച്ചു, ഞാൻ ഇത് ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയതല്ല, നിങ്ങൾ എൻ്റെ കയ്യിൽ വെച്ച് തന്ന സമ്മാനമാണിത്, എനിക്കിത് നഷ്ടപ്പെടാൻ പാടില്ല, എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് എൻ്റെ കുഞ്ഞ് നഷ്ടപ്പെടാൻ പാടില്ലെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. എന്തോ വളരമായൊരു ശക്തി എന്നിലേക്ക് വരുന്നത് ഞാൻ അറിഞ്ഞു. പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകേണ്ട ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഞാൻ വരുന്നില്ല. ഇതിനു മുമ്പ് എൻ്റെ നാത്തൂൻ എന്നോട് കൃപാസനം പള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോകാം, പള്ളിയിൽ പോയിട്ട് വന്നിട്ട് നമുക്ക് എന്ത് തീരുമാനം വേണേലും എടുക്കാം. അദ്ദേഹം പറഞ്ഞു നീ നമ്മുടെ 3 കുഞ്ഞുങ്ങളെ ഓർക്കുന്നില്ലേ, ഈ ഒരു കുഞ്ഞിന് വേണ്ടി നമ്മുടെ 3 കുഞ്ഞുങ്ങളെ തള്ളിക്കളയുകയാണോ എന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ ശക്തമായിരുന്നു തീരുമാനം ഇവിടെ വരണമെന്നുള്ളത്. ഞങ്ങൾ അന്ന് ഡോക്ടർ ഞങ്ങൾക്ക് അബോർഷന് തന്ന സമയം തന്നെ ഞങ്ങൾ ഇവിടെ വന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ ജോസഫച്ചൻ്റെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു, ഉടമ്പടി ധ്യാനം നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. അന്ന് ധ്യാനമുണ്ടെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, പക്ഷേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ആ സ്കാൻ ചെയ്യാനായിട്ട് ഞാനൊരു മുറിയുടെ വാതിക്കൽ ഇരുന്നപ്പോൾ ഒരു മാതാവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു അവിടെ. ആ ഫോട്ടോയിൽ നോക്കിയപ്പോൾ
കുറേ വചനങ്ങൾ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ് മാലാഖാവെന്ന് പറഞ്ഞ് കുറേ വചനങ്ങൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്തുകൊണ്ട് അന്ന് വന്നതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ പുറകെ ആ വചനങ്ങൾ എന്നിൽ വന്ന് നിറഞ്ഞു. ഞാൻ ഇവിടെ വന്നപ്പോൾ അച്ഛൻ ആ വചനങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉടമ്പടി ധ്യാനത്തിൽ. അപ്പോൾ ഞാൻ ഇവിടെ ചുമ്മാ വന്നതല്ല, മാതാവിനെ കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ടായി. ഞാൻ അമ്മയുടെ മുമ്പിൽ വന്നു. അമ്മ, എല്ലാവരും എന്നോട് പറയുന്നു ഈ കുഞ്ഞ് വേണ്ട, ഇതിനെ താങ്ങാനുള്ള ശക്തി എൻ്റെ യൂട്രസിനില്ല. പക്ഷേ അമ്മയുടെ കരങ്ങൾ കൊണ്ടല്ലോ ശക്തി, അമ്മയുടെ കരങ്ങൾ കൊണ്ടല്ലോ അമ്മ ഈ കുഞ്ഞിനെ താങ്ങിയാൽ മതി. ഞാൻ പറഞ്ഞു, അമ്മയെ ഏൽപ്പിച്ചു ഞാൻ തിരികെ പോയി. എനിക്ക് എല്ലാ മാസവും ഇവിടെ വരാനുള്ള കൃപയും അമ്മ തന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. എല്ലാം അന്നേരം ഉപവാസം എടുക്കുന്ന ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് ഒരല്പം ബുദ്ധിമുട്ട്, ഗർഭിണി ആയിരുന്നുകൊണ്ട് വന്നു. അമ്മ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കി. എൻ്റെ ഇളയ നാത്തൂൻ ഈ പള്ളിയിൽ എപ്പോഴും വരുന്ന വിശ്വാസിയാണ്. എന്നോട് വിളിച്ച് പറഞ്ഞു, സോണിയ ഒന്നുകൊണ്ടുമില്ല, പേടിക്കേണ്ട. എന്നോട് അമ്മ ശക്തമായിട്ട് പറയുന്നു ഉപവാസം എടുക്കുക, സോണിയയ്ക്ക് വേണ്ടി ഉപവാസം എടുക്കാൻ ശക്തമായിട്ട് എന്നോട് പറയുന്നു. ആ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. ആ ചെറിയ ചെറിയ വിഷമങ്ങൾ പോലും പരിശുദ്ധ അമ്മ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ ചെറിയ വിഷമങ്ങൾ പോലും അമ്മ അത് കണ്ട് മനസ്സിലാക്കും. ഇവിടെ വരുമ്പോൾ എനിക്ക് ആ ഒരു തണുപ്പ് അനുഭവപ്പെടും. അമ്മ നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു അനുഭവം എനിക്ക് എപ്പോഴും ഇവിടെ വരുമ്പോൾ ഉണ്ടാവും. എനിക്ക് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കേട്ട് വളരെയധികം ഭയം തോന്നിയാലും ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ആ ഭയങ്ങളെല്ലാം മാറിപ്പോകുന്നതായിട്ട് ഞാൻ കണ്ടു. എല്ലാ കാര്യങ്ങളിലുമുണ്ട്. അതുപോലെ അച്ഛനെ കാണാനായിട്ട് വളരെ ശക്തമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഓരോ മാസം വരുമ്പോഴും അതിങ്ങനെ നടക്കാൻ പോയി. അങ്ങനെ എനിക്ക് 7-ാം മാസം കഴിഞ്ഞ് 8-ാം മാസത്തിലൂടെ കയറുന്ന ആ ഒരു സമയമായപ്പോൾ സെപ്റ്റംബർ മാസത്തിൽ എന്നോട് യാത്രയൊന്നും ചെയ്യരുതെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. എന്നാലും എനിക്ക് ശക്തമായി മനസ്സിൽ തോന്നി ഇവിടെ വന്ന് അച്ഛനെ കാണണമെന്ന്. എല്ലാവരോടും പറഞ്ഞപ്പോൾ എല്ലാവരും എന്നെ എതിർത്തു, കാണാൻ പാടില്ല, അതും ബസ്സിൽ കയറി വന്ന് ഇവിടെ വന്ന് കാണുന്നത് വളരെ റിസ്ക് ആണെന്ന്. പക്ഷേ അമ്മ തോന്നിപ്പിച്ചതായിരിക്കാം. ഞങ്ങളിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഈ എൻട്രൻസിനകത്ത് പോലും കയറാനായിട്ട് അതുപോലെ ആളായിരുന്നു, അവിടം വരെ ആളായിരുന്നു. ഇതിനകത്തേക്ക് കയറാൻ ബുദ്ധിമുട്ടായിരുന്നു, വയറും വെച്ചുകൊണ്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ട് ഇവിടെ കയറി വന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, നമ്മൾ വന്നത് വെറുതെ ആയില്ലേ, ഇത്രയും റിസ്ക് എടുത്ത് ഇവിടം വരെ വരണമായിരുന്നോ, അച്ഛനെ ഇന്ന് കാണാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്കെന്നാൽ കാപ്പി കുടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ പുറത്ത് പോയി കാപ്പി കുടിച്ചിട്ട് വന്നപ്പോൾ ഒരു 10-200 പേരെങ്കിലും ഉണ്ടായിരുന്ന ആ ലൈനിൽ 15 പേരായിട്ട് അവശേഷിച്ചു. അപ്പോൾ കാര്യം എന്താണെന്ന് തിരക്കിയപ്പോൾ ഉടമ്പടി പുതുക്കിയവർക്ക് മാത്രമേ അച്ഛനെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 15 പേരിൽ ഏറ്റവും പുറകിൽ നിന്ന് ഞാൻ ഏറ്റവും ഗർഭിണി ആയതുകൊണ്ട് ആ പേര് വിളിച്ചപ്പോൾ എനിക്ക് ആദ്യം കയറി കാണാനുള്ള അവസരമുണ്ടായി. കാരണം അമ്മയ്ക്കറിയാം എൻ്റെ കാല് മുഴുവൻ വെരിക്കോസ് വെയിൻ ആയിരുന്നു. എനിക്കൊരു അല്പസമയം പോലും എനിക്ക് നിൽക്കാൻ പാടില്ലായിരുന്നു ഇവിടെ. അത് മറ്റാരും അറിഞ്ഞില്ലെങ്കിലും പരിശുദ്ധി അമ്മ അത് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അമ്മ ഏറ്റവും ആദ്യം അച്ഛനെ കാണാനുള്ള അനുഗ്രഹം എനിക്ക് തന്നു. അവിടെ വന്നപ്പോൾ എനിക്കൊന്നും പറയാൻ സാധിച്ചില്ല. ഈ കാര്യങ്ങളൊന്നും പ്രഗ്നൻസി ബ്ലെസ്സിങ് എന്ന് പറഞ്ഞാണ് എഴുതി തന്നത്. ഇവിടെ വന്നു അച്ഛൻ കുരിശുരൂപം കൈ തന്നു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് തിരിച്ചയക്കുന്നതിന് മുമ്പ് അച്ഛൻ എന്നോട് ചോദിച്ചു, മോളെ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കിതെൻ്റെ 4ാമത്തെ സിസേറിയൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ വളരെ കരുണയോടെ അലിവോടെ എനിക്ക് തോന്നി. വിശുദ്ധ ഗ്രന്ഥത്തിൽ പല ഭാഗത്തും ഈശോയോട് തോന്നുന്ന അലിവ് എനിക്ക് പെട്ടെന്ന് അച്ഛൻ്റെ മുഖത്ത് നിന്ന് എനിക്കത് എന്തോ എനിക്കിവിടെ പറയണമെന്ന് ഇപ്പോൾ തോന്നി. എനിക്കത് പെട്ടെന്നുണ്ടായി. അച്ഛൻ എന്നെ വളരെ അലിവോടെ നോക്കി. അച്ഛൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയി നിന്ന് സംസാരിച്ചു, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ തിരികെ വന്ന് എൻ്റെ ഉദരത്തിൽ കൈവച്ച് എനിക്ക് കുഞ്ഞിനും വേണ്ടി പ്രാർത്ഥിച്ച ശേഷം അച്ഛൻ സാഹിത്യൻ്റെ കയ്യിൽ തന്നിട്ട് മോളത് പോയി അടിവയറ്റിൽ പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി, പരിശുദ്ധ അമ്മയെ നിന്നെയും കുഞ്ഞിനെയും ഏൽപ്പിച്ച് നീ മടങ്ങിപ്പോക്കോളാൻ എന്നോട് പറഞ്ഞു. ഞാൻ അതുപോലെ തന്നെ ചെയ്തു. എന്തെന്നില്ലാത്തൊരു വിശ്വാസവും ശക്തിയും എന്നെ വന്ന് നിറഞ്ഞത് ഞാൻ അറിഞ്ഞു. പിന്നെ എന്നിൽ യാതൊരു ഭയവും ഇല്ലായിരുന്നു. ഓരോരോ വേദനകൾ വരുമ്പോഴും ഞാൻ പെട്ടെന്ന് ഭയപ്പെട്ടിരുന്നു, ഇതെന്തുവാ സ്കാറിൻ്റെ എനിക്ക് വളരെ തിന്നായിരുന്നു എൻ്റെ സ്കാർ, അത് പൊട്ടിപ്പോകുമോ എന്നുള്ള ഭയം എന്നെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. പക്ഷേ എല്ലാം എന്നിട്ട് ഞാൻ ആഗ്രഹിച്ചു. നവംബറിലാണ് എനിക്ക് സിസേറിയൻ പറഞ്ഞിരുന്നത്. എന്നിട്ടും ഞാൻ ആഗ്രഹിച്ചു അമ്മയുടെ മാസമായ ഒക്ടോബർ മാസത്തിൽ എനിക്ക് കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിക്കണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അന്ന് എനിക്ക് നവംബറിൽ ഫിക്സ് ചെയ്ത ഓപ്പറേഷൻ തലേ ദിവസം വന്ന് ഡോക്ടർ എനിക്കത് ഒക്ടോബർ 31 ആക്കി തന്നു. അങ്ങനെ ആ മാസം തന്നെ എനിക്ക് എൻ്റെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ അനുഗ്രഹം ലഭിച്ചു. യാതൊരു കുഴപ്പവുമില്ലാതെ ഞാൻ ആ കുഞ്ഞിന് ജന്മം കൊടുത്തു. ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു കഴിഞ്ഞു, തൻ്റെ സ്കാർ വളരെ തിന്നായിരുന്നു, തൊട്ടാൽ പോലും പൊട്ടിപ്പോകുന്ന ഈ സ്കാർ യാതൊരു കുഴപ്പവും ഇല്ലാതെ ഇരുന്നല്ലോ, ഇത് അത്ഭുതമായിരിക്കുന്നു എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. അത്ര തിന്നായിരുന്നു എൻ്റെ സ്കാർ. ഇത് ലഭിച്ച വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയോട് ഞാൻ നന്ദി പറയുന്നു. അതിനുശേഷം ഞങ്ങൾ ഡിസ്ചാർജ് ആയപ്പോൾ കുഞ്ഞിൻ്റെ പൊക്കിളിൽ നിന്നൊരു ചെറിയ ബ്ലീഡ് ഉണ്ടായി.
അത് ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തെങ്കിലും ഡോക്ടർ ഒരു ടെസ്റ്റിന് വിട്ടിരുന്നു. PTT അവർക്ക് ഇച്ചിരി ഹൈ ആയിരുന്നു. വൈറ്റമിൻ K എന്ന് പറയുന്ന ഒരു ഇതിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ വളരെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ബ്ലഡ് ബാങ്കുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് കുഞ്ഞിനെ അഡ്മിറ്റ് ആക്കാനായിട്ട് പറഞ്ഞു. യാതൊരു കുഴപ്പവുമില്ലായിരുന്നു കുഞ്ഞാണ്. അപ്പം പെട്ടെന്ന് ഞാൻ അങ്ങ് ഡിപ്രസ്ഡായി വളരെയധികം കരഞ്ഞു, വിഷമിച്ചു. അപ്പോഴും എൻ്റെ ഇളയ നാത്തൂൻ എന്നെ വിളിച്ച് പറഞ്ഞു, നിൻ്റെ കയ്യിൽ തൈലമില്ലേ, അമ്മയുടെ തേനില്ലേ, പിന്നെ നീ എന്തിനാ ഈ കരയുന്നത്, നിനക്ക് ഇത്രയും വലിയ അത്ഭുതം അമ്മ ചെയ്തു തന്നിട്ടും നീ എന്താ ഇങ്ങനെ വിശ്വസിക്കാത്തതെന്ന് ചോദിച്ച് എന്നെ വഴക്ക് പറഞ്ഞു. ഞാനത് തന്നെ ചെയ്തു. എന്നിട്ട് ഡോക്ടറിൻ്റെ കുഞ്ഞിനെ കൊണ്ട് അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ, ബ്ലഡ് ബാങ്കുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ ഡോക്ടർ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു വൈറ്റമിൻ K കുറവുണ്ട്, ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, എന്നാലും ഭയപ്പെടേണ്ട, നിങ്ങൾ കുഞ്ഞുമായിട്ട് പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ, ഒരു കുഴപ്പവുമില്ല, 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നതാണ് അമ്മയുടെ രോഗസൗഖ്യം. അമ്മയ്ക്ക് വളരെ കാലങ്ങളായി വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടും കാലിന് മുട്ടിൽ നടക്കാൻ പോലും വളരെ പ്രയാസമായിരുന്നു. എൻ്റെ ആദ്യ ഉടമ്പടിയിൽ ഞാൻ അതും വെച്ചിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് സാധിച്ചു കിട്ടി. അതുപോലെ സഹോദരന് 3 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അവർക്ക് ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിൽക്കുവാനോ കുഞ്ഞുങ്ങളാകുവാനോ ഉള്ള കൃപയില്ലായിരുന്നു. ഈ 2 കാര്യം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ വെച്ചിരുന്നു. അത് രണ്ടും എനിക്ക് സാധിച്ചു കിട്ടി. ഈ മാർച്ച് 9-ാം തീയതി എൻ്റെ നാത്തൂനൊരു പെൺകുഞ്ഞിന്, ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. അതുപോലെ തന്നെ എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാനൊരു കാര്യം വെച്ചിരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷമായി. 2010-ലായിരുന്നു വിവാഹം. 12-ൽ ഞങ്ങളൊരു ധ്യാനം കൂടാൻ പോയപ്പോൾ ഒരു അച്ഛൻ ഞങ്ങളോട് ചോദിച്ചു, ബാർ ഹോട്ടലിലാണ് എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്നത്, ഷെഫായിട്ടാണ് ജോലി ചെയ്യുന്നത്, എന്നാലും ചോദിച്ചു ബാറിലെ ജോലി നിനക്കൊന്ന് മതിയാക്കി കൂടെ എന്ന് ചോദിച്ചു. അന്ന് തൊട്ട് ഞാൻ എന്തോ എൻ്റെ മനസ്സിലതൊരു കരടായിട്ട് കിടന്നു. ഞാൻ അന്ന് തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ഈ ജോലി ഒന്ന് മാറിക്കിട്ടണം, അവിടെ നിന്ന് ജോലി മാറിക്കിട്ടണമെന്ന്. ഇത്ര ആയില്ല. ഇവിടെ വന്നപ്പം ഞാൻ ഇത് ഒരിക്കലും നടക്കാത്തൊരു പ്രാർത്ഥനയല്ലേ, അതുകൊണ്ട് ഇവിടെ ചുമ്മാ ഒന്ന് വെച്ച് നോക്കാമെന്നോർത്തു. എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അതിവിടെ വെച്ചു. ഞാൻ വീട്ടിൽ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇതുപോലെ എനിക്കൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്നെ വിളിച്ചിരിക്കുന്നു. അവർ പറഞ്ഞു പുതിയതായിട്ട് നടന്ന റെസ്റ്റോറൻ്റാണ്, അത് ഓപ്പണാക്കി തരണം, അതിന് ഇനി അത് നഷ്ടമാണെങ്കിൽ പോലും തനിക്ക് 1 വർഷത്തേനുള്ള സാലറി അഡ്വാൻസ് ആയിട്ട് തന്നേക്കാം, തന്നെ അവിടെ വന്നേ പറ്റുള്ളൂ പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിനെ നിർബന്ധിച്ചു. ഒരിക്കൽ പോലും 10 വർഷമായിട്ട് മാറാതിരുന്ന പുള്ളി പെട്ടെന്ന് തന്നെ ഇവിടെ ഞാനൊരു ഉടമ്പടി എഴുതി വെച്ചു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അതിൽ വന്ന് എന്നെ വിളിച്ച് പറഞ്ഞു ഓഗസ്റ്റ് 1-ാം തീയതി തൊട്ട് അവിടെ ജോയിൻ ചെയ്യണമെന്ന് വിളിച്ച് പറഞ്ഞു. അങ്ങനെ നിരവധിയായ ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവിൽ ഞങ്ങൾ തന്നു, ചെറിയ ഒരുപാട് അനുഗ്രഹങ്ങൾ. അതെല്ലാം ഇവിടെ പറയാൻ പോയാൽ സമയം ഒത്തിരിയാവും. ഈ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദികൾ പറയുന്നു. സോണിയ മനു കോട്ടയത്ത് നിന്ന് വന്ന ഈ സഹോദരി പറഞ്ഞ വലിയൊരു സാക്ഷ്യമാണ് നമ്മളിപ്പോൾ കേട്ടത്. അത് സോണിയ 2 പ്രാവശ്യം സിസേറിയൻ ആയിരുന്ന് 2 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത്, അത് കഴിഞ്ഞ് 3-ാമത്തെ കുഞ്ഞിനും ജന്മം ഗർഭിണിയായിരുന്ന സമയത്ത് അതിൻ്റെ ഇളയ കുഞ്ഞിനെ കാണിക്കാൻ, ഡോക്ടറിനെ കാണിക്കുവാനായിട്ട് അങ്ങ് ഹോസ്പിറ്റലിൽ ചെന്നാണ്. അവിടെ ചെന്നിരിക്കുമ്പോൾ ഇവരെ സാധാരണ കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഗർഭിണിയാണല്ലോ. അപ്പോൾ ആ ഡോക്ടർ ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കുന്നത് കണ്ട് എന്നാൽ ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ച്. പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. അന്ന് രാത്രി, മുമ്പിലത്തെ ദിവസം രാത്രി എന്ന് പറയുന്നത് വല്ലാത്ത ഒരു വയറിനൊരു വേദനയും ഒരു കൺട്രാക്ഷനും ഉണ്ടായിരുന്നു. അതായത് കൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വയറ് ചുരുങ്ങുകയും, അതായത് നമ്മുടെ ഗർഭാശയം ചുരുങ്ങുകയും വികസിക്കുകയും ചെയ്യുന്ന അതിച്ചിരി കൂടുതലായിട്ടുള്ള ഒരു അനുഭവം ഈ കുട്ടിക്കുണ്ടായി. എന്ന് പറഞ്ഞാൽ 3-ാമത്തതാണ്, 2 സിസേറിയൻ കഴിഞ്ഞതാണ്. അപ്പം ഇങ്ങനെ ഒന്ന് കണ്ടു കളയാമെന്ന് കരുതി അങ്ങ് ഡോക്ടറിനെ പോയി കണ്ട് കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പരിശോധിച്ചപ്പോൾ വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇവരെ സർജറിക്കായിട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്. കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ആ യൂട്രസിൽ മുൻപുണ്ടായിരുന്ന സ്കാറ് അത് ചെറുതായിട്ട് പൊട്ടി, ഇങ്ങനെ ആ സ്റ്റിച്ചൊക്കെ പോയ ഭാഗത്തെന്ന് പറഞ്ഞാൽ വിണ്ടിട്ട് അവിടെ കൂടി ബ്ലഡ് ചെറിയ ബ്ലീഡിങ് തുടങ്ങി. അതാണ് ഈ 2 സിസേറിയൻ മതി, 3-ാമത്തത് വേണ്ട, അപകടമാണെന്ന് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ തന്നെ ഇതാണ്. ഈ സ്കാർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ കൺട്രാക്ഷൻ മൂലം പൊട്ടിയിട്ട് രക്തം
വാർന്ന് അമ്മയും കുഞ്ഞും മരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതാണ് മുന്നിൽ കണ്ടുകൊണ്ട് പിന്നെ ഇത് വേണ്ട എന്ന് വെക്കുന്നത്. ഇവിടെ ഈ ഡോക്ടർ പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല. ഉടനെ അതായത് പിന്നെ ഓൺ ദ സ്പോട്ടിൽ തന്നെ ആരുടെ അനുവാദം കൂടാതെ തന്നെ ഇവർ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറി തയ്യാറായി നിൽക്കുകയാണ്. ഈ മകൾ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ റെഡിയായി നിൽക്കുകയാണ്. പിന്നീടാണ് ഇതിൻ്റെ പേപ്പറുകളൊക്കെ ഒപ്പിട്ടൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അത്ര കണ്ട അപകടമുണ്ടായിരുന്ന ആ ഇതിലെന്ന് പറഞ്ഞാൽ പിന്നെ ഇത് ഓപ്പറേഷൻ ചെയ്ത് കുട്ടിയെ എടുത്ത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം ഇതല്ല പറയാനായിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് അടുത്ത 2 വർഷം കഴിഞ്ഞപ്പോൾ ഇവർ വീണ്ടും പ്രഗ്നൻ്റ് ആകുകയാണ് ചെയ്തത്. വീണ്ടും പ്രഗ്നൻ്റായി. അവിടെ പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അപ്പം മറ്റേ മൂന്നാമത്തേലെന്ന് പറഞ്ഞാൽ പ്രസവം നിർത്തിയതാണ്. അത് പ്രസവം നിർത്തിയതുകൊണ്ട് ഇവർ ഡോക്ടറിനെ കാണിച്ചപ്പം പറഞ്ഞ് ഇത് ചിലപ്പോൾ ഇതൊരിക്കലും യൂട്രസിൽ ഈ കുഞ്ഞ് ആകാനായിട്ടുള്ള സാധ്യതയില്ല. ഇത് ട്യൂബുലർ പ്രഗ്നൻസി ആകാം, ട്യൂബിലായിരിക്കാവുള്ളത് എന്നുള്ളത് ഡോക്ടർ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അവരെന്ത് ചെയ്ത് എന്നിട്ട് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞ് പിന്നെ നമുക്ക് അന്നേരം സ്കാൻ ചെയ്തോ? അന്നേരം സ്കാൻ ചെയ്തു. ട്യൂബിലാണോ യൂട്രസിലാണോ എന്ന് അറിയാനായിട്ട് അന്നേരം തന്നെ സ്കാൻ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച കൂടെ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് യൂട്രസിലാണ്, കുഞ്ഞ് യൂട്രസിൽ തന്നെയാണ്. പക്ഷെ അതിന് ഹാർട്ട് ബീറ്റ് ഒക്കെ പ്രോപ്പറായിട്ടുണ്ടോ എന്ന് അറിയാൻ 2 ആഴ്ചയും കൂടി വെയിറ്റ് ചെയ്യണം. 2 ആഴ്ച കൂടെ അതിൻ്റെ ആ വളർച്ച ഒന്നാൽ ശരിയായിട്ടുള്ള ശ്വാസോച്ഛ്വാസമൊക്കെ എടുക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അത് 2 ആഴ്ചത്തെ സമയം കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞ് അവർ വന്ന് പരിശോധിച്ചപ്പോൾ ഇത് ട്യൂബിലുമല്ല, അത് യൂട്രസിൽ തന്നെയാണ്. ആ കുഞ്ഞിനെന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ള, നന്നായിട്ട് അത് ശ്വാസോച്ഛ്വാസമൊക്കെ എടുക്കുന്ന ഹാർട്ട് ബീറ്റ് എന്ന് പറയുന്നത് ഒരു കുഴപ്പമില്ലാതെ വളരെ നന്നായി അത് എടുക്കുന്നത്. അപ്പം പക്ഷേ ഉടനെ തന്നെ ഇവരിത് പറഞ്ഞ് ഇതും ആയിട്ട് മുന്നോട്ട് പോകരുത്. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. അതായത് ഈ കുഞ്ഞ് ഈ ഗർഭാവസ്ഥയിൽ ഇതിങ്ങനെ മുന്നോട്ട് പോകരുത്, ഇത് അബോർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ കുഞ്ഞും തള്ളയും മരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഇത് കേട്ടപ്പോൾ അവർക്ക് വലിയൊരു വിഷമം തോന്നി. എന്നിട്ട് അതിന് അബോർഷനുള്ള ഡേറ്റ് കൂടെ കൊടുത്ത്, ആ ഡേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ദിവസത്തിൻ്റെ പിറ്റേ ദിവസമാണ്. ഏതാണ്? ഓശാന പിന്നെ ഞായറിൻ്റെ പിറ്റേ ദിവസമായിട്ടാണ് ഈ അബോർഷൻ്റെ ഡേറ്റ് കൊടുത്തത്. ഭർത്താവുമായിട്ട് ആലോചിച്ച് അത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഈ അബോർഷൻ ചെയ്യുക എന്ന് പറയുന്നത്, അത് യൂട്രസിൽ വളരുന്ന ഒരു കുഞ്ഞിനെ കൊല്ലുക എന്ന് പറയുന്നത് ഇവർക്കത് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് അവർ 3 ഡോക്ടർമാരുടെ ഒപ്പീനിയൻ കൂടെ പിന്നീട് തേടുന്നു, പുറത്തുള്ള വേറെ. അവരും പറയുന്നത് ഇത് തന്നെയാണ്, അബോർഷനെ മാർഗമുള്ളതെന്ന്. അത് ഇവർ ഇത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉടനെ തന്നെ കണ്ട അവിടെയാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യുകയാണ്. അതായത് ഉടമ്പടി എടുക്കുവാനായിട്ട് കൃപാസനത്തിലേക്ക് വരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് വന്നാണ് 7-ാം മാസം കഴിഞ്ഞപ്പോൾ അല്ലേ അച്ഛനെ വന്ന്, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ വന്ന് കാണുന്നത്. അച്ഛനെ കാണാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നെന്നൊക്കെ പറഞ്ഞ് ആ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്ത്, വളരെ പ്രശ്നവും കോംപ്ലിക്കേഷനുമായിട്ടുള്ള ഈ പ്രസവം, അതായത് മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ളത് തന്നെയാണ്. അപ്പം അച്ഛൻ്റെ അടുത്ത് വന്നപ്പോൾ ഉടനെ തന്നെ ആ കൊടുത്ത ചീട്ടിൽ പ്രഗ്നൻസി കോംപ്ലിക്കേഷൻ എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. പ്രഗ്നൻസി ബ്ലെസ്സിങ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രഗ്നൻസി ബ്ലെസ്സിങ് എന്ന് മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അച്ഛനത് നോക്കിക്കഴിഞ്ഞപ്പം അച്ഛന് പരിശുദ്ധാത്മാവ് തോന്നിച്ചതാണ്. അച്ഛൻ ഉടനെ എന്നെ പറഞ്ഞ്, മോളെ നിനക്കെന്തെങ്കിലും പറയാറുണ്ടോ? എല്ലാവരുടെ അടുത്തും അങ്ങനെ ചോദിക്കാറില്ല. നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പം പറഞ്ഞ് 4ാമത്തെ സിസേറിയൻ. അച്ഛൻ വളരെ ദയയോടുകൂടി ഈ മകളുടെ മുഖത്തേക്ക് നോക്കി. അച്ഛനറിയാം അതിൻ്റെ ഗൗരവം. അച്ഛൻ ഉടനെ തന്നെ എന്താ ചെയ്തത്, അമ്മ മാതാവിൻ്റെ അടുത്ത് വീണ്ടും പോയി നന്നായി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ മകളെ ബ്ലസ് ചെയ്ത് സൈത്ത് പൂശി, എന്നിട്ട് സൈത്ത് കയ്യിൽ കൊടുത്തിട്ട് പോയി ടോയ്ലറ്റിൽ പോയി ശുചിമുറിയിൽ പോയി അത് ഇന്ന കണക്ക് വയറിൽ പുരട്ടാൻ പറഞ്ഞു. എന്നിട്ട് അച്ഛൻ പറഞ്ഞ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ അഭിഷിക്തൻ പറഞ്ഞ ഒരു വാക്കുണ്ട്, അമ്മേ ഈ മകളെയും കുഞ്ഞിനെയും അമ്മയ്ക്ക് ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു.
എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന വലിയ പ്രശ്നങ്ങൾ അത് അമ്മയെ അങ്ങ് ഏൽപ്പിക്കുകയാണ്, അമ്മയുടെ കയ്യിലേക്ക് അങ്ങ് കൊടുക്കുകയാണ്. അമ്മയെ വിശ്വസിച്ചാണ് ഇവർ ഈ സഹോദരി ഇവിടെ വന്നിരിക്കുന്നത്, ഭർത്താവൊക്കെ ആയിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ എന്തും സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പം എന്തായാലും അടുത്ത സമയമായി, 8ാമത്തെ മാസമായി, 8 മാസം അവസാനം ഇവർക്കൊരു ആഗ്രഹം മനസ്സിൽ പറഞ്ഞിരുന്നു, ഒക്ടോബർ മാസത്തിൽ ഈ കുഞ്ഞിൻ്റെ ഡെലിവറി നടക്കണമെന്ന്. അത് നവംബർ ആദ്യത്തെ ദിവസമാണ്, നവംബർ 1-നായിരുന്നു ഈ ഡേറ്റ് കൊടുത്തിരുന്നത് സിസേറിയനുള്ള. പക്ഷേ അവർ ഡോക്ടർ മുമ്പത്തെ ദിവസം വന്നേശം പറയുകയാണ്, ഇവരുടെ മനസ്സ് അമ്മ വായിച്ചറിഞ്ഞിട്ട് അമ്മ അതെന്താക്കി മാറ്റി ഒക്ടോബർ 31-ന് ഓപ്പറേഷൻ നടക്കുകയും ഈ കുഞ്ഞിനെ വെളിയിലെടുക്കുകയും ചെയ്യുന്നു. ആരോഗ്യമുള്ള ഒരു കുഞ്ഞ്, ഒരു കുഴപ്പമില്ലാതെ ആണ് അതിനെ കിട്ടിയത്. പ്രിയ സഹോദരങ്ങളെ, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അമ്മയിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഉടമ്പടിയെടുത്ത് ഉടമ്പടിയിലുള്ള നേർച്ച വസ്തുക്കളായ ഉടമ്പടി തൈലം കുരിശുവര ഇട്ട് വരയ്ക്കുന്നു. അത് കൂടാതെ കോംപ്ലിക്കേഷനായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ ജോസഫച്ചനെ കണ്ട്, ഇവിടുത്തെ അഭിഷക്തനെ കണ്ട് അദ്ദേഹം അവരെ പ്രത്യേകം കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെയാണ് അത്ഭുതം നടക്കുന്നത്. അതല്ലേ എഫേസുസിൻ്റെ 2-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ പറയുന്നത്, വിശ്വാസം മൂലം കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നേടിയെടുത്തതല്ല, നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണെന്ന്. അതെ, ഉൽപ്പത്തി 1-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ പറയുന്നത്, ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ച് സന്താനപുഷ്ടമുള്ളവരായി വളരുവിൻ, ആ ഭൂമിയിലുള്ള എല്ലാറ്റിനെ കീഴടക്കുവിൻ എന്ന് പറഞ്ഞാൽ 1 അല്ല 2 അല്ല 3 അല്ല 4 കുഞ്ഞുങ്ങളെ കൊടുത്ത് സമൃദ്ധമായി അനുഗ്രഹിച്ച ഈ മക്കൾക്ക് ദൈവം കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ശക്തമായി കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് ഈശോയെ, അമ്മ മാതാവിനെ ഒന്ന് മഹത്വപ്പെടുത്താം.